ജോലിക്കാരി പോയ ശേഷം എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യേണ്ടതായി വന്നു. വേറെ ആരെങ്കിലും ജോലിക്ക് എടുക്കാന്ന് വെച്ചാ വരുന്ന ആളുകളൊന്നും നമുക്ക് സെറ്റ് ആവുന്നതും ഇല്ല. എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാ എന്തൊരു ബുദ്ധിമുട്ടാണ്. ശരി, ഇപ്പൊ എന്താ ചെയ്യ? ജോലിക്കാരിയെ കിട്ടുന്നത് വരെ ഞാൻ തന്നെ എല്ലാം ചെയ്യ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇന്നാ ഇത്രയും വലിയ മകളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പണിയും ചെയ്യില്ല. എടി, പോയി ആരാന്ന് നോക്ക്. ഇതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? പോകാം, ഒച്ച വെക്കണ്ട. നമസ്കാരം മേഡം. നമസ്കാരം. ആരാ നിങ്ങള്? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ജോലിയോ? ഡേ, ആരാ അവിടെ വന്നിരിക്കുന്നെ? മമ്മി ആരാന്നറിയത്തില്ല. എന്തെങ്കിലും ജോലി ഉണ്ടോന്ന് ചോദിച്ചു വന്നേക്കുവാ. ശരി, നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആരാ നിങ്ങള്? നമസ്കാരം മേഡം, എന്റെ പേര് രാമു. ഞാനിവിടെ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇതിനു മുമ്പ് വാച്ച്മാന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ. നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മേഡം, ഞാൻ ചെയ്യാം. ഇവിടെ വാച്ച്മാൻ ജോലിയൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയോ? ആ, അതൊക്കെ ചെയ്യാൻ അറിയാം. ഞാൻ എന്റെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പാചക ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് പാചകമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണോ? ശരി, നിങ്ങൾ വേറെന്തൊക്കെ ജോലികൾ ചെയ്യും? എന്ത് ജോലി എന്നാലും ഞാൻ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും. കടയിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങാനാണെങ്കിലും ഞാൻ അതും ചെയ്തോളാം മേഡം. ഇവിടെ വാച്ച്മാൻ ഇല്ലല്ലോ, നിങ്ങൾ പറയുകയാണെങ്കിൽ ആ പണിയും ചെയ്തോളാം മേഡം. ശരി, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ജോലിക്കാരെ ആവശ്യമാണ്. ഇതിനു മുമ്പ് ഇവിടെ ഒരു വയസ്സായ സ്ത്രീയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവർക്ക് പെട്ടെന്നൊരാവശ്യം വന്നപ്പോ നാട്ടിലേക്ക് പോയി. നിങ്ങൾ നന്നായി ജോലി ചെയ്ത നല്ല ശമ്പളം ഞാൻ തന്നേക്കാം. അതോർത്തൊന്നും വിഷമിക്കണ്ട, ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാം. നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ എന്റെ വീട്ടിലെ പുറകിലുള്ള തോട്ടത്തിൽ ചെറിയൊരു റൂമുണ്ട്. മുമ്പുണ്ടായിരുന്നവർ അവിടെ താമസിച്ച്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ താമസിച്ചോളൂ. ശരി മേഡം, വളരെ നന്ദിയുണ്ട്. ഇവിടെ തന്നെ താമസിച്ചാൻ ജോലി ചെയ്തോളാം. നിനക്ക് ഇവിടുന്ന് താമസിക്കാൻ സ്ഥലവും 3 നേരം ഭക്ഷണവും കിട്ടും. ഇതൊന്നും കൂടാതെ ശമ്പളമായിട്ട് 10,000 രൂപയും തരാം. നിനക്ക് ഓക്കെ അല്ലേ? അയ്യോ, ഒരുപാട് സന്തോഷം മേഡം. 2 മാസമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു. ഈ ജോലി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മേഡം. ശരി മേഡം, ഞാൻ എപ്പോഴാണ് ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വന്നോളാം മേഡം. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ ജോലിക്ക് വന്നേക്ക്. ശരി മേഡം, എന്റെ തുണി സാധനങ്ങളൊക്കെ ഇവിടെ ഒരു പരിചയക്കാരന്റെ വീട്ടിൽ വെച്ചിരിക്കുക. ഞാൻ പോയി അവരുടെ കാര്യം പറഞ്ഞിട്ട് അതിൽ എടുത്തോണ്ട് വരാം മേഡം. ശരി ശരി, വേഗം വന്നേക്ക്. വളരെയധികം നന്ദിയുണ്ട് മേഡം. അതൊന്നും സാരമില്ല. അമ്മേ, അമ്മ എന്താ ഇങ്ങനെ? നമ്മുടെ വീട്ടിലൊരു ആണിനെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആയിരിക്കുമോ? എടി, നമ്മുടെ വീട്ടിലെ ജോലിക്കാരി ജോലി വിട്ടു നിന്നിട്ട് 2 മാസമായി. ഞാനും വീട്ടുജോലിക്ക് വേണ്ടി ഒരുപാട് പേരെ അന്വേഷിച്ചു. എത്ര അന്വേഷിച്ചിട്ടും ആരും കിട്ടുന്നില്ല. ഇവനെ കണ്ടാ നന്നായി ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. നന്നായിട്ടാ ജോലി ചെയ്യുന്നതെങ്കിൽ ഇവനെ കൺഫേം ചെയ്യാം. ഒരുപക്ഷെ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവനെ ജോലിയൊന്നും പറഞ്ഞയച്ച് വേറെ ആളെ വെച്ചേക്കാം. ഓക്കെ അല്ലേ? അതുകൊണ്ടല്ല അമ്മേ, വീട്ടുജോലിക്ക് ലേഡീസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആണുങ്ങളൊക്കെ വീട്ടുജോലിക്ക് സെറ്റ് ആവോ ഇല്ലയോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയല്ല മോളെ, ആണുങ്ങളായാലേ വീട്ടിലെ ജോലി മാത്രല്ല പുറത്തുള്ള പണികളും ചെയ്യല്ലോ. ശരി, ഓക്കെ അമ്മേ. ഡേ, എന്നാ ഈ പാല് കുടിക്ക്.
ഉം. അമ്മേ, ഉം. ഇന്ന് നമ്മള് വീട്ടുജോലിക്ക് വേണ്ടി ആളിനെ വെച്ചില്ലേ? ആ കാര്യം അച്ഛനോട് പറഞ്ഞോ അമ്മേ? ആ ഞാനത് മറന്നു. ശരി, നിന്റെ അച്ഛന് ഫോൺ വിളിച്ചതാ. ഉം. ഹലോ, എന്തൊക്കെയുണ്ട് മോളെ, സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛന് സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, അമ്മയ്ക്ക് സുഖമാണോ? എടി ഫോൺ ഇങ്ങത്താ. അച്ഛാ നിക്ക്, ഞാൻ അമ്മയുടെ കൊടുക്കാം. എന്താന്നേ, സുഖം തന്നെയല്ലേ? ആ, എനിക്ക് സുഖം തന്നെയാ. നിനക്ക് സുഖമല്ലേ? ആ എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ല. അതെ, ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് ഒരാളെ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണോ? അത് ശരി. ഇതിനു മുമ്പ് ജോലി ചെയ്ത ആളെന്തേ? ഇപ്പോഴൊരു നാടിന് തിരിച്ചു വന്നില്ലേ? വന്നില്ലെന്നേ. അവര് വിളിച്ച് ചോദിച്ചപ്പോ അവരുടെ മകള് പ്രസവിച്ചെടുക്കാണ്, ഇപ്പൊ വരാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഞാൻ 2 മാസത്തോളായി അന്വേഷിക്കുന്നു, ഒരാളെ പോലും ജോലിക്ക് കിട്ടിയില്ലെന്നേ. ഇയാളാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ജോലി ഉണ്ടോന്ന് ചോദിച്ചു. കണ്ടാ വലിയ കുഴപ്പക്കാരനായി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് വെച്ചതാ. അങ്ങനെയാണോ? അത് ശരി. കാര്യം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചിരിക്കണം. കാരണം ഈ കാലത്ത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം എന്നറിയില്ലല്ലോ. ആഹാ, അങ്ങനെയില്ല. അയാളെ കണ്ടാൽ നല്ല മനുഷ്യനെ പോലെയാ തോന്നുന്നത്. വീട്ടിലെ ജോലി മാത്രമല്ല, പുറത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലും അയാളത് ചെയ്തോളാന്നാ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു ജോലിക്കാരെ ആർക്കാ കിട്ടുക? ഇയാളെ ജോലിക്ക് വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിനും പുറത്തു പോവേണ്ടി വരില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ അലയേണ്ടി വരും. ശരി, നീ ഓക്കേ ആണെങ്കിൽ ഓക്കേ. ശരിയെന്നേ. ഇനി എന്നാ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? എടി വരാടി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇനി ഒരു 6 മാസം കൂടെ കഴിയട്ടെ, അപ്പൊ വരാം. ഓക്കേ? ശരി, പെട്ടെന്ന് വരാൻ നോക്കണേ. ആ, നോക്കാം. എന്താമ്മേ, അയാൾ ഇന്നല്ലേ നമ്മൾ കണ്ടേ, അതിനുള്ളിൽ നല്ലവരെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നോ? അതേടി, എനിക്കെന്തോ അയാളെ കണ്ടിട്ട് നല്ല മനുഷ്യനെ പോലെ തോന്നിയത്. അതുമാത്രമല്ല, അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി. രാവിലെ അയാൾ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? ഗ്രാമത്തിൽ നിന്നും വന്നവരൊക്കെ എപ്പോഴും നല്ല മനുഷ്യരായിരിക്കും മോളെ. കറക്റ്റാമേ, എനിക്കും അയാളെ കാണുമ്പോ നല്ലൊരാളാണെന്നാ തോന്നുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോ തന്നെ അയാളായിട്ട് ജോലി വന്ന് ചോദിച്ചേക്കുന്നു. പക്ഷെ അയാള് നല്ല രീതിക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നോക്കാന്നേ, ആദ്യം അയാൾ ജോലിക്ക് ചേരട്ടെ. കുറച്ചു ദിവസം നമുക്ക് അയാളെ ഒബ്സർവ് ചെയ്യാം. എല്ലാം കൊണ്ടും അയാൾ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ നല്ല ശമ്പളം കൊടുത്ത് പെർമനന്റ് ആക്കാം. ഇല്ലെങ്കിൽ ജോലിന്ന് പറഞ്ഞയച്ചേക്കാം. ആ ശരിയമ്മേ. ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വീണ്ടും മൊബൈലിൽ നോക്കാതെ കിടക്കാൻ നോക്ക്, മനസ്സിലായോ? ശരിയമ്മേ. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് രാമു. ആ പറഞ്ഞോളൂ മാഡം. ചായ കൊണ്ടുവാ. ആ ശരി മാഡം. ഇത് ചായ. മാഡം. ആ ചായ നന്നായിട്ടുണ്ട് രാമു. ഞാൻ ഉണ്ടാക്കുന്ന ചായ പോലുണ്ട്. താങ്ക്സ് ഉണ്ട് മാഡം. മാഡം, രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? ഇന്ന് നമുക്ക് ദോശയാക്കിയാലോ? ശരി മാഡം. അമ്മേ, എനിക്ക് ലേറ്റ് ആയി, ഞാൻ കുളിച്ചിട്ട് വരാം. ശരി.
അമ്മേ, ആ? ഇന്ന് കോളേജിൽ ഫെയർവെൽ ഡേയാ. എനിക്കിന്ന് നേരത്തെ പോണം. ഒരു നിമിഷം നിക്ക്. രാമു, ആ പറഞ്ഞോളൂ മാഡം. ടിഫിൻ റെഡിയായോ? ആ റെഡി ആയിട്ടുണ്ട്. ശരി വാ, ടിഫിൻ കഴിച്ചിട്ട് പോകാം. ഉം. രാമു, ടിഫിൻ എടുത്തോണ്ട് വാ. ദാ ഇപ്പൊ കൊണ്ടുവരാം മാഡം. മാഡം ഉം. ടിഫിൻ എങ്ങനെയുണ്ട് മോളെ? സൂപ്പർ ആയിട്ടുണ്ട് മമ്മി. രാമു, നീയുണ്ടാക്കിയ ഭക്ഷണം എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് മാഡം. ഉം. ശരി അമ്മേ, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ. ഉം. ബൈ. ബൈ മോളെ. കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ വിളിക്കാവേ. ബൈ. ബൈ. മാഡം ഉം. ചൂട് പതിനും പതിനെടുത്ത് കഴിക്കും മാഡം. ഞാൻ പോയി ഫ്രഷ് അപ്പ് ആയിട്ട് വരാം. നീ വിശന്ന എടുത്തു കഴിച്ചോ. വേണ്ട സാരമില്ല മാഡം, നിങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം. ശരി, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. ശരി മാഡം. ഇന്ന് മാഡം കഴിക്കൂ. ഉം. മോള് പറഞ്ഞ പോലെ ടിഫിൻ നന്നായിട്ടുണ്ട്. നീ ഇത്രയ്ക്ക് നന്നായി കുക്ക് ചെയ്യുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞാൻ ഒരു ദോശ കൂടെ ഉണ്ടാക്കി തരട്ടെ? വേണ്ട രാമു, എനിക്ക് ഇത് മതി. നീ കഴിച്ചിട്ട് പെട്ടെന്ന് ലഞ്ച് റെഡിയാക്ക്. ശരി മാഡം. ഉം. മാഡം ഉം? ഞാൻ ഇവിടെ നിന്ന് ഈ പച്ചക്കറി കരിഞ്ഞോട്ടെ? ആ ഇരിക്ക്. ആ രാമു, ഉം? അതിരിക്കട്ടെ, അന്ന് ഞാൻ നിന്നെ ജോലിക്ക് ചേർത്തപ്പോ നീ നിന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. നിന്റെ നാട് എവിടെയാ? നിന്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയ് രാമു. അതെന്താ പറയുക, എൻ്റെ ഫാമിലിയെ പറ്റി പറയാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല മാഡം. ഞാനൊരു അനാഥനാണ്. എനിക്ക് കുടുംബമൊന്നുമില്ല മാഡം. ഇങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ മരിച്ചു പോയതാ. എൻ്റെ ബന്ധുക്കളാണ് എന്നെ വളർത്തി ഒരു പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി തന്നത് മാഡം. പക്ഷേ അവള് കല്യാണം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ എന്നെ വിട്ട് വേർത്തിൻ്റെ ഓടിപ്പോയി. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. എനിക്കെൻ്റെ ജീവിതം തന്നെ വല്ലാതെ വെറുത്തു പോയിരുന്നു. ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാതാണ് ഞാൻ എൻ്റെ നാട്ടിൽ കഴിഞ്ഞിരുന്നത്. ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് എന്നെ വിട്ടുപോയത് കൊണ്ട് എൻ്റെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി മാഡം. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. എനിക്ക് വലിയ പഠിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും ഒരു നല്ല ജോലിയും തന്നില്ല. അങ്ങനെ വീട്ടിലെ പണി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചേ. നിങ്ങൾ എനിക്കൊരു ജോലി തന്നു മാഡം. നിങ്ങളും എനിക്കൊരു ജോലി തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജീവനോട് ഉണ്ടാകില്ലായിരുന്നു. ശരി ശരി, വിഷമിക്കണ്ട. നിന്നെ പറ്റി അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മാഡം, എല്ലാം എൻ്റെ തലയിലെഴുത്താ. നമുക്കെന്താണ് വിധിച്ചിരിക്കുന്നത് അതേ നടക്കുള്ളൂ മാഡം. ചോദിക്കുന്നവരോട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വീട്ടില് ഞാനും എന്റെ മകളും മാത്രമേ ഉള്ളൂ. എന്റെ ഹസ്ബൻഡ് ഫോറിനിലാണ് ജോലി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വരാറുള്ളൂ. ഇതിനു മുമ്പ് വയസ്സായ ഒരാളാണ് ഇവിടെ ജോലി നോക്കിയിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവർ നാട്ടിലേക്ക് പോയി. അവര് വരുമെന്ന് വിചാരിച്ച് ഞാൻ 2 മാസത്തോളം നോക്കിയിരുന്നു. അവർക്ക് വേണ്ടി ഇതിൽ കൂടുതൽ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നീ ജോലി ചോദിച്ചപ്പോ ഉടനെ ജോലിക്ക് ചേർത്ത്. ഉം. എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ നിന്നെ നല്ലവനായിട്ടാണ് തോന്നിയത്. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ജോലിക്കെടുത്തത്. നീ ഒരിക്കലും ആ വിശ്വാസം നഷ്ടപ്പെടുത്തില്ലല്ലോ അല്ലേ? മാഡം, എൻ്റെ കഷ്ടകാല സമയത്ത് എന്നെ രക്ഷിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ആ വിശ്വാസം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. എനിക്ക് സന്തോഷായി രാമു. മാഡം, ഉച്ചക്കത്തേക്ക് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ മാഡം? ആ ഉണ്ടാക്കിക്കോ. ശരി മാഡം. ബിരിയാണിയുടെ കഴിക്കാനായിട്ട് കുറച്ച് പനീർ കൂടി ഉണ്ടാക്കട്ടെ? ആ ചെയ്തോളൂ. പിന്നെ രാമു, രാവിലെ ടിഫിൻ കഴിച്ച ശേഷം കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കഴിക്കാൻ മറന്നു.
ഞാൻ പോയി ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുക്കട്ടെ. ഉം. ശരി, നീ ഭക്ഷണം റെഡിയായി കഴിഞ്ഞ ശേഷം എന്നെ വിളിക്ക്, മനസ്സിലായോ? ആ ശരി മാഡം. ഉം. മാഡം മാഡം എന്താ രാമു? ആഹാരം റെഡിയായിട്ടുണ്ട്, വന്ന് കഴിക്കും മാഡം. അപ്പോഴേക്കും റെഡിയായോ? സമയം എത്രയായി? മണി 1:30 മാഡം. ശരി, നീ ചെല്ല്, ഞാൻ വരാം. ശരി മാഡം. മാഡം ഉം. വെജിറ്റബിൾ ബിരിയാണി നന്നായിട്ടുണ്ട് രാമു. നിന്റെ കൈക്ക് എന്തോ മാജിക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്ര രുചി. അങ്ങനെയൊന്നുമില്ല മാഡം. രാമു, രാമു, ആ വരുന്നു മാഡം. പറയൂ മാഡം. ഞാൻ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷന് പോവാ രാമു. വീട്ടിൽ മോള് മാത്രമേ ഉള്ളൂ, നീ ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം വേഗം വന്നേക്കാം. ആ ശരി മാഡം. ഉം. മാഡം ഉം? കാപ്പി റെഡിയായിട്ടുണ്ട്, കുടിച്ചിട്ട് പോ. വേണ്ട രാമു, എനിക്ക് ഓൾറെഡി സമയായി. ശരി മാഡം. ഹലോ, എന്താടി സുഖാണോ? ആ എന്താ കാര്യം? എന്നെ പ്രണയിച്ചിട്ട് അങ്ങനെ വിട്ടേച്ച് പോവാന്ന് വിചാരിച്ചു അല്ലേ? ഡാ, നീ നല്ലവനല്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെങ്ങനാ നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നത്? നീ തന്നെ പറ. എടി, നീ എന്താ പറഞ്ഞ? നല്ലവനല്ലെന്നോ? നിനക്ക് അഹങ്കാരടി. ശരി, ഞാൻ നല്ലവനല്ലെന്നേ വെച്ചോ. അതിനിപ്പോ എന്താ? അതെ, നീയേ എന്നെ വിട്ടേച്ച് പോവാനേ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടുന്നു നീ വിചാരിക്കണ്ട. നീ ഞാനും പ്രണയിക്കുമ്പോ നാട് മുഴുവനും കറങ്ങി വളച്ച് എടുത്ത ഒരുപാട് ഫോട്ടോസ് പിന്നെ വീഡിയോസ് എല്ലാം ഞാൻ മെമ്മറി കാർഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയും ഫോട്ടോയും ഇന്റർനെറ്റിൽ വിട്ടാലുണ്ടല്ലോ, പിന്നെ നീ തലയുയർത്തി പുറത്ത് നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടക്കാൻ പാടില്ല. നീ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചാലേ അതിന് നീ പ്രത്യുപകാരമായിട്ട് ഒരു 10 ലക്ഷം തന്നാ മതി. പിന്നീട് ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല, പ്രോമിസ്. എന്റെ കയ്യിൽ കാശ് എപ്പോഴാ കിട്ടാന്ന് നീ പറയേ. എന്റെ കയ്യിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഞാൻ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. ഡാ, എന്താണ് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? പക്ഷെ നീ ഒരു വൃത്തികെട്ടവനാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്നെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഓർക്കുമ്പോ എനിക്ക് വെറുപ്പ് തോന്നുന്നു. നിന്റെ ഈ ബ്ലാക്ക് മെയിലിനൊക്കെ പേടിക്കുന്ന ആളല്ല ഞാൻ. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് കിട്ടില്ല. നീ ഞാൻ ചോദിച്ച കാശ് തന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ തമ്മിലെടുത്ത പ്രൈവറ്റ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടല്ലോ, ഇന്റർനെറ്റിൽ തട്ടി വിട്ടേക്ക് നോക്കിയോ. ഡാ, എന്താടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നെ അത്രയും വിശ്വസിച്ചിട്ടല്ലേടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. നീ ഇത്രയും വൃത്തികെട്ട രീതിയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോ? മോളെ ഇന്ന് ചായ കുടിക്കേ. എനിക്ക് വേണ്ട. ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എന്തു പറ്റി മോളെ? ഒന്ന് പോവാനല്ലേ പറഞ്ഞേ. ഉം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ദൈവം എന്നെ വിട്ടേക്ക്. നോക്കടി, ഞാൻ നിനക്ക് 1 ആഴ്ച സമയം തരാം. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച 10 ലക്ഷം റെഡിയാക്കിട്ടെ നീ എന്നെ വിളിക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യും. മനസ്സിലായോ? ബൈ. അയ്യോ, എല്ലാം എന്റെ തലയിലെഴുത്താണല്ലോ. ഇവനൊരു നല്ലവനാണെന്ന് ഓർത്ത് സ്നേഹിച്ചിട്ട്
ഇപ്പൊ എന്നെ ടോർച്ചർ ചെയ്യുവാണല്ലോ. ഷേ, എല്ലാം എന്റെ തലയിലെഴുത്ത്. ഇവനെ സ്നേഹിച്ച പാവത്തിന് എന്നെ എത്രത്തോളം ടോർച്ചർ ചെയ്യാനാണോ പോകുന്നത്. മോളെ ഉം. ചായ. അയ്യോ എനിക്ക് വേണ്ട. മോളെ എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ അങ്ങനൊന്നും ഇല്ല. ദൈവം ഇത് ഇവിടെ നിന്ന് പോവാമോ? ഉം. ശോ. മോളെ 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 പറയൂ രാമു, ഇപ്പൊ എന്താ? മോളെ ആഹാരം റെഡിയായിട്ടുണ്ട്. മോള് വരികയാണെങ്കിൽ ഞാനത് എടുത്തു തരായിരുന്നു. ഇല്ല, ഇപ്പൊ എനിക്കൊന്നും വേണ്ട രാമു. അല്ല മോളെ, രാവിലെ ചായ കൊണ്ടുവന്നു, മോൾ അതും കുടിച്ചില്ല. രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഉച്ചയ്ക്കൊന്നും വേണ്ടാന്ന് പറയുന്നു. മോൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്മ വരുമ്പോ എന്നെ ആയിരിക്കും വഴക്ക് പറയുക. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. പ്ലീസ് മോളെ, എനിക്ക് വേണ്ടിയെങ്കിലും വന്ന് കഴിക്കേ. അതെ, എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പോവാവോ? എടി, നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്രയും നേരം? ഡാ, എന്തിനാ ഈ സമയത്തൊക്കെ എന്നെ വിളിക്കുന്നത്? എടി, നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ശരി വെക്ക്, രാവിലെ ഞാൻ നിന്നെ വിളിക്കാം. ഡാ, എന്റെ അമ്മ എന്റെ അടുത്ത് കിടപ്പുണ്ടടാ. എടി, നിനക്ക് പുറത്തൊന്ന് സംസാരിച്ചൂടെ? അയ്യോ. ഡാ, ഒന്ന് നിക്ക്. പാതിരാത്രിക്ക് എന്നെ വിളിച്ചിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? എടി, ഞാൻ ചോദിച്ച കാശ് റെഡിയാക്കിയോ? നീ എനിക്ക് ആ കാശ് തരുന്നത് വരെ ഞാൻ നിന്നെ ഇതേപോലെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ എന്നെ പറ്റിക്കാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ കഴിയില്ല. അയ്യോ ദൈവമേ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കടാ. എന്റെ കയ്യിലൊന്നും 10 ലക്ഷം രൂപ ഇല്ലടാ. എന്ത്? നിന്റെ അടുത്ത് 10 ലക്ഷം ഇല്ലെന്നോ? എടി, നിന്റെ അച്ഛൻ ഫോറിനിലല്ലേ ജോലി ചെയ്യുന്നത്? നല്ല ബംഗ്ലാവ് പോലെ ഒരു വലിയ വീടുമല്ലേ? നിന്റെ അടുത്ത് 10 ലക്ഷം ഇല്ലെന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കാൻ എന്താ വിഡ്ഢിയോ? എന്നെ പ്രണയിച്ചിട്ട് നീ എന്നെ അങ്ങനെ വിട്ടേച്ച് പോവാന്ന് വിചാരിച്ചോ അല്ലേ? നീ എന്നെ പ്രണയിച്ച് വിഷമിപ്പിച്ചതിനെ കോംപ്ലിമെന്റ് എന്തെങ്കിലും തന്നില്ലെങ്കിലേ അത് ശരിയാവില്ല. അതുകൊണ്ട് ചോദിച്ച കാശ് മര്യാദ തന്നേക്ക്. അയ്യോ, എനിക്ക് എങ്ങനെ നിന്നെ മനസ്സിലാക്കണ്ടേന്ന് അറിയത്തില്ല. ഞാൻ നിനക്ക് ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച 10 ലക്ഷം മര്യാദക്ക് തരാൻ നോക്ക്, അല്ലെങ്കിലേ വീഡിയോസ് എല്ലാം ലീക്ക് ആയേക്കും. പറഞ്ഞേക്കാം. ഡാ, എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഡാ പ്ലീസ് ഡാ, എന്നെ വിട്ടേക്കടാ. നോക്കടി, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യേ. പെട്ടെന്ന് ഞാൻ ചോദിച്ച കാശ് റെഡിയാക്കിയിട്ട് പിന്നെ എന്നെ വിളിക്ക. എന്താ ഓക്കെ അല്ലേ? ഡാ. അയ്യോ ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ആ കുട്ടി എന്തോ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെൻഷനും പേടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ സംസാരം കേട്ടിട്ട് ഏതോ വലിയ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ, പറയുന്നേ. നിനക്ക് സുഖം തന്നെയല്ലേ ശാന്തി? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, ഇപ്പൊ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യുന്നില്ല.
ഇവിടെ വെറുതെ ഇരിക്കുക. ശരി ശരി, പുതിയ ജോലിക്ക് വന്നില്ലേ? അവൻ നല്ലപോലെ പണിയൊക്കെ എടുക്കുന്നുണ്ടോ? അവൻ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് അവനെ ആവശ്യമില്ലാതെ സംശയിച്ചത്. അങ്ങനെയാണോ? നീ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു പണിക്കാരനെ കിട്ടിയല്ലോ. അതേന്നേ. ശരി, അല്ല മോളെവിടെ? അവള് കോളേജിൽ പോയോ? ആന്നേ, ഇപ്പഴാ അവള് പോയത്. ആ ശരി. ഇനി ഒരു അടുത്ത 2-3 മാസത്തില് അവളുടെ കോളേജിലെ പഠിത്തമൊക്കെ തീരുമല്ലേ? ആ അതേന്നേ. അവിടെ പഠിത്തം തീർന്നു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കവിടെ കല്യാണം നടത്തണം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ മകൻ അവിടെ നാട്ടിലുണ്ട്. അവൻ വലിയൊരു IT കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക. ആ പയ്യൻ നമ്മുടെ മകൾക്ക് നല്ല ചേർച്ചയായിരിക്കും. ഞാൻ അക്കാര്യം അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവര് നമ്മളെ പോലെ തന്നെ വലിയ തറവാട്ടുകാരൊക്കെ തന്നെയാ. നിനക്ക് സന്തോഷമായോ? നമ്മുടെ മകളെ ആ കുടുംബത്തിലേക്ക് അയക്കുകയാണെങ്കിൽ അവളുടെ ജീവിതവും സന്തോഷകരമായി തീരും. എന്താ നിന്റെ അഭിപ്രായം? ഓക്കേന്നേ, തീർച്ചയായും ചെയ്യാം. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യം അവരോട് സംസാരിക്കാം. ഒന്ന് ക്ഷമിക്കുന്നേ. ആദ്യം അവളുടെ കോളേജ് തീരട്ടെ, എന്നിട്ട് അവൻ ബാക്കി. അത് ശരിയാ, നീ പറഞ്ഞത് കറക്റ്റാ. ആദ്യം അവളുടെ ക്ലാസ് കഴിയട്ടെ. ശരി, ഞാൻ വെക്കട്ടെ. വൈകുന്നേരം കോൾ ചെയ്യാവേ. മാഡം, ഒരു മിനിറ്റ്. മാഡത്തിനോട് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ രാമു? 2 ദിവസമായിട്ട് നമ്മുടെ സീതമോൾ എന്ത് വിഷമത്തിലാണ്. വിഷമത്തിലാണെന്നോ? എന്താ, എന്തു പറ്റിയവക്ക്? എന്നോടൊന്നും അവള് പറഞ്ഞില്ലല്ലോ. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറ. ഇന്നലെ രാത്രി ഏകദേശം 1 മണി സമയത്ത് ആരോ സംസാരിക്കുന്ന പോലെ തോന്നി. ഈ സമയത്ത് ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോ സീതമോൾ ആരോടോ ഫോണിൽ ദേഷ്യത്തിൽ സംസാരിക്കായിരുന്നു. ഫോണിൽ സംസാരിക്കുന്ന ആൾക്ക് സീതമോൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് 10 ലക്ഷം ഒന്നും ഇല്ല എന്നൊക്കെ സീതമോൾ പറയുന്നുണ്ടായിരുന്നു. സീതമോള് 2 ദിവസമായിട്ട് ഏതോ വലിയ ടെൻഷനിലാണ് മാഡം. അതാ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് മാഡത്തിനോട് പറയണമെന്ന് കരുതിയാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ മാഡം. മാഡം തന്നെ മോളോട് നേരിട്ട് സംസാരിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും മാഡം. ശരി ശരി, ഞാൻ അവളോട് ചോദിച്ചോളാം. നീ ജോലി നോക്ക്. ശരി മാഡം. രാമു, ചായ എടുത്തോണ്ട് വാ. ഇങ്ങോട്ട് നോക്കടി. ഇന്നലെ രാത്രി നീ ആരോടാ ഫോൺ സംസാരിച്ചത്? ഇല്ലല്ലോ അമ്മേ, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. എടി, ഇന്നലെ രാത്രി 12 മണിക്ക് മേലെ നിനക്കൊരു ഫോൺ വന്നിരുന്നു. നീ ഫോണും കൊണ്ടുപോയി ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചു. ആ നേരത്ത് നീ ആരോടാ സംസാരിച്ചിരുന്നത്? ഇല്ലമ്മേ, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ, ആരാ അമ്മയടുത്ത് ഇത് പറഞ്ഞത്? രാമു. അതാ വരുന്നു മാഡം. എന്താ വിളിച്ചു മാഡം? നീ ഇവിടെ നിക്ക് രാമു. എടി, നീ ഇപ്പൊ പറ, രാത്രി ആരോടാ സംസാരിച്ചത്? രാത്രി 12 മണിക്ക് നീ ആരോടാ സംസാരിച്ചത്? എന്തിനാ അൺടൈമിൽ ഫോൺ ചെയ്തത്? അതവിടെ നിൽക്കട്ടെ, ഇയാളാണ് അമ്മയടുത്ത് പറഞ്ഞത്. ഇയാള് പറയുന്നത് കേട്ട് എന്നെ സംശയിക്കുവാണോ? ഏയ്, ഇതൊക്കെ തന്റെ ജോലിയാണോ? തന്റെ ജോലി മാത്രം നോക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കണ്ട. പ്രധാനമായിട്ട് എന്റെ കാര്യത്തിൽ താൻ തലയിടരുത്, മനസ്സിലായോ? ഇത് നോക്കടി, ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആവശ്യമില്ലാതെ നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? രാമു, നീ പോയി ജോലി നോക്കിക്കോ. ശരി മാഡം. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ. ആരാ നിനക്ക് ആ നേരത്തെ ഫോൺ ചെയ്തത്? അതെ, എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവളാ എന്നെ വിളിച്ചത്. അവളോട് സംസാരിച്ചൊന്ന് സമാധാനിപ്പിച്ചതാ, അത്രേ ഉള്ളു. അങ്ങനെയാണോ? അപ്പൊ നിനക്കത് ആദ്യം പറയായിരുന്നില്ലേ? ശരി, നീ ആദ്യം ചോദിച്ചപ്പോ എന്താ ഫോൺ സംസാരിച്ചില്ലെന്ന് പറഞ്ഞ്? ശരി ശരി, പോയി ഫ്രഷ് ആവ്. ആദ്യം ചോദിച്ചപ്പോ ഫോൺ സംസാരിച്ചില്ലെന്ന് പറയുന്നു. ഇപ്പോ എന്തോ മാറ്റി പറയുന്നുണ്ടല്ലോ ഇവള്. എന്താ പറ്റിയത് ഇവൾക്ക്?
ആ വാ മോളെ. രാമു കുറച്ച് ചായ എടുത്തോണ്ടോ? ആ ശരി മോളെ. എന്താണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? എടി ഞാൻ നിന്നോട് കാശ് ചോദിച്ചു എത്ര ദിവസമായി? ഡാ ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. പ്ലീസ് ഡാ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ശരിക്കും ഇപ്പൊ തന്നെ കാശ് വന്നാണോ? ഡാ പ്ലീസ് ഡാ ആദ്യം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പറ്റില്ല, നീ ആദ്യം കാശ് താ. ഡാ പറയുന്നത് മനസ്സിലാക്ക്, ആദ്യം ഇവിടുന്ന് പോ. ഹേ, 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 ഒന്ന് എണ്ണിക്കടാ. ഡാ പ്ലീസ് ഡാ. ഡാ എന്താ പറ്റി നിനക്ക്? ഡാ എണ്ണിക്കാനല്ലേ പറഞ്ഞേ? ഡാ എന്താ പറ്റി നിനക്ക്? ഡാ ദൈവം ഇതൊന്ന് എണ്ണിക്ക്. ആരാ മോളെ ഇത്? ഇയാൾക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? അയ്യോ ദൈവമേ, അയ്യോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ മോളെ ആരാ ഇത്? എന്താ പറ്റിയത്? അയ്യോ ഇവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മോളെ ആദ്യം കരച്ചിലെടുത്ത് എന്നിട്ട് കാര്യം എന്താന്ന് പറയേ. ഞാൻ ഇവനെ കുറച്ചുനാള് സ്നേഹിച്ചിരുന്നു. അതിനുശേഷം ഇവൻ നല്ലവനല്ലാന്ന് മനസ്സിലായത്. ഇവൻ ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ അഫയർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവൻ ഡ്രഗ്സും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനൊരു വൃത്തികെട്ടവനാ. അത് കാരണം ഞാൻ ഇവന്റെ കൂടെയുള്ള എല്ലാ ബന്ധവും നിർത്തി. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് പൈസ വേണോന്ന് പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്കുക. എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞ്, പക്ഷെ ഡെയിലി പൈസ വേണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അന്ന് രാത്രി ഞാൻ ഇവന്റെ അടുത്താ സംസാരിച്ചത്. നിങ്ങളും അന്ന് രാത്രി കണ്ടതല്ലേ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് വീട്ടിലോട്ട് വരാനും തുടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് പോന്ന് പറഞ്ഞ് തള്ളി വിട്ടതാ. താഴെ വീണ് വരിപ്പോ എണ്ണിക്കുന്ന പോലും ഇല്ല. എന്റെ മോളെ ഈ ആള് മരിച്ചുപോയെന്നാ തോന്നുന്നേ. അയ്യോ ഈ കാര്യം പോലീസ് വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ മാനം തന്നെ പോവും. അയ്യോ ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഏയ് ആരാടി ഇവൻ? ഇവിടെ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഏയ് എന്താടി സംഭവിച്ചത്? എന്തിനാ നീ കരയുന്നത്? അല്ല ഇവൻ ആരാ? ചോദിച്ചത് കേട്ടില്ല, മറുപടി പറ. ഇവൻ എന്താ പറ്റിയത്? ഇയാള് മരിച്ചുപോയി മാഡം. എന്ത് മരിച്ചു പോയെന്നോ? എന്താ രാമു നീ പറയുന്നത്? എടി എന്താടി പറ്റിയത്? അമ്മേ, ഞാൻ ഇവനുമായിട്ട് കുറച്ചു നാള് സ്നേഹത്തിലായിരുന്നു. ഇവന് കുറച്ച് മോശ സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഇവൻ നല്ലവനല്ലാന്ന് അറിഞ്ഞിട്ട് ഇവനുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്തായിരുന്നു. അന്ന് തൊട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് 10 ലക്ഷം രൂപ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവനോട് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവ കേട്ടത് പോലും ഇല്ല. അന്ന് രാത്രി പോലും ഞാൻ ഇവനോടാ സംസാരിച്ചോണ്ടിരുന്നേ. അതാ രാമു കണ്ടിട്ട് അമ്മയോട് പറഞ്ഞത്. ഇന്നിവൻ വീട്ടിൽ തന്നെ വന്നിട്ട് കാശ് ചോദിച്ചിരിക്കുക. ഇവിടുന്ന് പോന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടതാ. താഴെ വീണിട്ട് അവൻ എണ്ണിക്കുന്ന പോലും ഇല്ല അമ്മേ. ഞാൻ വേണോന്ന് വെച്ചിട്ടൊന്നും ചെയ്തില്ല അമ്മേ. അയ്യോ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോടി. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോയല്ലോടി. നിന്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ മറുപടി പറയാ? അയ്യോ എന്റെ ദൈവമേ, എന്റെ മോളുടെ ജീവിതം പോയല്ലോ. മാഡം ഒരു മിനിറ്റ്, ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങള് എത്രയും പെട്ടെന്ന് പോലീസിന് ഫോൺ ചെയ്ത് വരാൻ പറ. അവരിവിടെ വന്നതിന് ശേഷം ഇവൻ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാണ്. അത് കണ്ടിട്ട് ഞാന് ഇവനുമായി വഴക്കുണ്ടായി അങ്ങനെ തള്ളിയിട്ടപ്പോ തലയെന്ന് ഇടിച്ച് മരിച്ചതാണെന്ന് പറയാം. ഇവനെ കൊന്നത് ഞാനാണെന്ന് അവരോട് പറഞ്ഞോളാം മാഡം. അവരതിന് എന്ത് ശിക്ഷ തന്നാലും ഞാനത് മേടിച്ചോളാം മാഡം. നിങ്ങളിതിനെ കുറിച്ച് പേടിക്കണ്ട. ജീവിതം തന്നെ വെറുത്തുപോയി എനിക്ക് ജോലി എന്ന് രക്ഷിച്ചത് നിങ്ങളാ. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ സഹായിക്കണ്ടേ? അയ്യോ രാമു, ഇവള് ചെയ്ത തെറ്റിന് നീ എന്തിനാ ശിക്ഷ ഏൽക്കുന്നത്? നോക്ക് മാഡം, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യേ. എനിക്ക് ശിക്ഷ കിട്ടി ഒരുപക്ഷെ ഞാൻ ജയിലിൽ പോവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ പുറത്തു കൊണ്ടുവരണം മാഡം. എനിക്കത് മാത്രം മതി. വളരെ നന്ദി രാമു.
ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ തൊഴേണ്ട കാര്യമില്ല മാഡം. മാഡത്തിന്റെ ഫോണിങ് പോലീസിനെ വിളിക്കട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ.